അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു വാട്ടർമെലൺ മോക്ടെയിൽ ഒരു ഫിസി ഐറ്റമാണ്. അത് നമുക്ക് ആവശ്യമായിട്ട് തറയിൽ പോയ സ്പ്രൈറ്റ്, എൻ്റെ കൊച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്തൊരു തണ്ണിമത്തൻ, പുതിനല, നാരങ്ങ, ഒരിത്തിരി പഞ്ചസാര. വീഡിയോയ്ക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പം എല്ലാ വീഡിയോക്കുള്ള ലൊക്കേഷനൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളൊരു അടിപൊളി വീഡിയോയിൽ പോവാണ്. ശരിക്കും നിങ്ങൾക്ക് വീട്ടിൽ ഇതൊക്കെ അത് വെച്ച് നോക്കുന്നതാണ് കേട്ടോ. നല്ല ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഡ്രിങ്കാണ്. അപ്പം 5 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്തോ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല താനാണ് കേട്ടോ, അടിപൊളി തണ്ണിമത്തനാണ്. ആ ചുമന്ന കളർ കണ്ടോ കട്ട് ചെയ്തപ്പോൾ. ഇങ്ങനെ നല്ല പഴുത്ത തണ്ണിമത്തം നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ ആ രുചി കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം ചെറിയ 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 പീസായിട്ട് കട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. തണ്ണിമത്തനെ നമ്മൾ ചെറുതായിട്ട് കട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച തണ്ണിമത്തനെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുറിയെ കട്ട് ചെയ്യുക. തണ്ണിമത്തനെ കട്ട് ചെയ്യാൻ ഒത്തിരി എളുപ്പ വഴികളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഈ ഒരു ചെറിയ പീസ്. അപ്പം അത് നമ്മൾ ഒന്നുകൂടി ഇതിനെ ഇങ്ങനെ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ തണ്ണിമത്തനെ നോക്കില്ല കേട്ടോ, നോക്കിയാതെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ കയറും, നൈസായിട്ട് കയറി എടുത്തിട്ട് ഈ പീസ് അകത്ത് നോക്കുക. എന്നിട്ട് ഇതിനെ തന്നെ ഇതേപോലെ ചെറുതിനെ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്, വളരെ ചെറുതായിട്ട്. ഇപ്പം ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഒരു വര നടുക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്നുകൂടെ കാണിച്ചു തരുവാണ്. ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ ചെറിയ വര ഇട്ടിട്ട് നമുക്ക് കണ്ട ഇതിനെ ഇങ്ങനെ മുറിച്ചിങ്ങനെ ഇട്ടാൽ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനം നമ്മുടെ ആവശ്യമുള്ള വലിപ്പത്തിന് കട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നിങ്ങൾ കട്ടിയെടുക്കേണ്ടത്. ചെറിയ പീസായിട്ട് നല്ല ഇതിൽ കട്ടിയെടുക്കുക. കട്ടിയെടുത്ത ശേഷം നമുക്ക് ഇനി വേണ്ടത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ പഞ്ചസാര വേണം, നാരങ്ങ വേണം, പുതിനല വേണം, പിന്നെ സ്പ്രൈറ്റ്. ഇത്രയാണ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു അടിപൊളി അടാറ് ഒരു മോക്ടെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. നമ്മളെടുത്ത സാധനത്തെ ആവശ്യത്തിനുള്ള തണ്ണിമത്തൻ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിനെ പതുക്കെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഇത്രയൊരു ഇതിൽ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് തണ്ണിമത്തൻ. എന്നിട്ട് നമുക്ക് ആവശ്യമായ പഞ്ചസാര, എനിക്ക് മധുരം വളരെ താല്പര്യമില്ല, നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അത്ര പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല. ഇതിന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്, വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ലെവലിൽ ഈ ഒരു അളവിൽ സാധനം എടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മളത് ആഡ് ചെയ്യാൻ പോകുന്നത് നാരങ്ങയാണ്. അപ്പം ഈ നാരങ്ങയുടെ ജ്യൂസിനെ, നല്ല നാരങ്ങയുടെ ജ്യൂസിനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണ്. നൈസായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പീസായിട്ടുണ്ട്. പിന്നെ കഴുകി വെച്ചേക്കിയ പുതിനയില 2-3 പുതിനയില എന്നിട്ടിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പുതിനയുടെ സ്മെല്ല് തന്നെ നമ്മളെ ഇത് ലെവല് വേറെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റ് മിക്സാക്കിയിട്ട് അടുത്തായിട്ട് നമ്മളെ സ്പ്രൈറ്റ് ആഡ് ചെയ്യുകയാണ്. സ്പ്രൈറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ലെമൺ. അപ്പം നമ്മുടെ വാട്ടർമെലൺ ഫിസ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടല്ലേ പുതിനയിലേക്ക് ഇട്ടിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോളെ ഒന്ന് കുടിച്ചു നോക്കേ, കുടിച്ചിട്ട് കൊള്ളാവോ ഇല്ലെന്ന് പറയണം കേട്ടോ. ഇങ്ങോട്ട് സൂപ്പറാണോ? അപ്പോൾ ഇതേപോലുള്ള ചെറിയ 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 ടിപ്സ് ഉള്ള വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തോ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ തുടർന്ന് നല്ലൊരു വീഡിയോ ആയി കാണാവുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് കണ്ണപ്പൻ.